ഇപ്പൊ ഫസ്റ്റ് കരിയർ ഒബ്ജക്റ്റീവ് കൊടുത്തു. കരിയർ ഒബ്ജക്റ്റീവിൽ നമ്മൾ പറയുന്ന കുറച്ച് 4 പോയിന്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അബൌട്ട് മൈ സെൽഫ് നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇപ്പം ഒരു 6 മന്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ ഈ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചോദിച്ചാല് അവരെ പിന്നെ ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള അവരെ ഈ 6 മാസത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോ ഏത് കമ്പനിയിലോട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ച് നമ്മൾ ആ ജോബിന് കണക്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നീ സിക്സ് സിഗ്മന്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നീ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ ആ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ഡീറ്റെയിൽസ് നോക്കുക. ഡീറ്റെയിൽസ് നോക്കിയിട്ട് സിക്സ് സിഗ്മ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതികൾ ഏതൊക്കെ നോക്കുക. അപ്പൊ അത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ ഞാനിപ്പോ സിക്സ് സിഗ്മന്റെ അപ്ലിക്കേഷൻ ലെവൽസ് പല ഇൻഡസ്ട്രിയിൽ കാണിച്ചതാണ്. അപ്പൊ അവിടെ വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ പ്രൊജക്ട് മാനേജർക്കും ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർക്കും സിക്സ് സിഗ്മയിലുള്ള റോൾസ് കാണാൻ പറ്റും. അപ്പൊ ആ റോൾസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഈ ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ടേംസ് നമുക്ക് അബൌട്ട് മൈസെൽഫോട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ജെന്യുവൻ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡീസ് ചെയ്തതോ അല്ലെങ്കിൽ പ്രൊജക്ട് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം. അല്ലെങ്കിൽ അബൌട്ട് മൈസെൽഫ് പറയുന്ന സമയത്ത് അത് ഫേക്ക് ആയി മാറും. അപ്പൊ അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. റിലേറ്റ് ചെയ്തിട്ട് അതിൽ കണക്ട് ചെയ്യണം. പിന്നെ നമുക്കുള്ളത് ഓൾറെഡി എക്സ്പീരിയൻസ് ആണെങ്കിൽ എക്സ്പീരിയൻസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒന്ന് ഡ്യൂറേഷൻ, അതുപോലെ തന്നെ പൊസിഷനും. ഇത് നിർബന്ധമായിട്ടും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണണം, ഡ്യൂറേഷനും പൊസിഷനും. പിന്നെ ഞാൻ സാധാരണ എന്റെ സ്റ്റുഡൻസിന്റെ സി വിയിൽ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ അണ്ടറിൽ വർക്ക് ചെയ്തു, റിപ്പോർട്ടിംഗ് ടു ഹൂം എന്നുള്ളൊരു പാർട്ട് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ വെച്ചാല്, ഇപ്പോ ഞങ്ങള് ഓൾറെഡി നമ്മളെ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഔട്ട്സോഴ്സിങ് വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ചില സ്റ്റുഡൻസ് കോഴ്സ് കഴിഞ്ഞ ശേഷം നമ്മുടെ അടുത്ത് തന്നെ വർക്ക് ചെയ്യും. അപ്പൊ അവര് ചിലപ്പം 2 3 പ്രൊജക്റ്റില് ഔട്ട്സോഴ്സിങ് വർക്ക് ചെയ്തിട്ടുണ്ടോ, ചിലപ്പോൾ യു എയിലെ പ്രൊജക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ഏതെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പൊ ഏത് സ്റ്റാൻഡേർഡാ ബേസ് ചെയ്തിട്ട് അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ പ്രൊജക്റ്റില് അവര് വർക്ക് ചെയ്ത ടീമിന്റെ ഹെഡ്, ഞങ്ങൾ 4 5 ആൾക്കാരുണ്ട്, അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പൊ അവരെ അണ്ടറിൽ അല്ലെങ്കിൽ അവരെ സൂപ്പർവിഷനിൽ നമ്മൾ അവർ വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിൽ ഓൾറെഡി 20 years എക്സ്പീരിയൻസിൽ ഒരു പ്രൊജക്ട് ടീമാണ്, അല്ലെങ്കിൽ 25 years എക്സ്പീരിയൻസിൽ പ്രൊജക്ട് ടീമാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ചെറിയൊരു അക്നോളജ്മെന്റ് അതിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ അവിടെ നമ്മൾ എന്റെ പേരോ അല്ലെങ്കിൽ ആരാണോ ഇത് ഹെഡ് ചെയ്യുന്നത് ആ ഹെഡ് ചെയ്യുന്ന ആളെ പേരും കൂടി കൊടുക്കും. അപ്പൊ ഈ എക്സ്പീരിയൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ വെറുതെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് പകരം അതിന്റെ ഡ്യൂറേഷൻ, പൊസിഷൻ, ആരെ അണ്ടറിലാണ് ഈ പ്രൊജക്ടുകൾ ചെയ്തിട്ടുള്ളത്, ആ ടീമിന്റെ സ്ട്രെങ്ത് എന്താണ്, ഇതിനോട് ബേസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ ചെയ്തൊരു പ്രൊജക്ട്, ആ പ്രൊജക്ടിനെ ആരാണ് ഹെഡ് ചെയ്തത്, നിങ്ങളെ ഏതെങ്കിലും സാറുമാരായിരിക്കും ഹെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറുമാർ അവര് ഓൾറെഡി ഇപ്പൊ HOD ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്കൽ സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അവര് ഹെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ ആ പ്രൊജക്ടിനെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് കിട്ടി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ അതിൽ 6 people ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. അതിൽ എന്റെ പാർട്ട് ഇന്ന റോൾസ് ആണെന്നുള്ളത് നമ്മൾ റോൾ അടക്കം അതിൽ കാണിക്കുക. അപ്പൊ എക്സ്പീരിയൻസ് ആയാലും പ്രൊജക്റ്റ് ആയാലും അതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽ കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുക്കണം. ഒരു റെക്കഗ്നീഷൻ വേണം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം, എത്ര ആൾക്കാർ വർക്ക് ചെയ്ത ടീമാണെന്ന് കാണിക്കണം. ചില പ്രൊജക്റ്റിലൊക്കെ നമുക്ക് വാല്യൂ കാണിക്കാൻ പറ്റും. ഇപ്പൊ ഇത്ര ബില്യന്റെ അല്ലെങ്കിൽ ഇത്ര മില്യന്റെ പ്രൊജക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസിൽ കേസിൽ. പ്രൊജക്ട് കേസിലാണെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് അതിന്റെ വോളിയം, അതിന്റെ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് എക്സ്പീരിയൻസും പ്രൊജക്റ്റും ചെയ്യാനുള്ളത്. പിന്നെ അടുത്തത്, ഇപ്പോ ഓൾറെഡി സ്പെഷ്യൽ സ്കിൽസ് നീ പറഞ്ഞു. അപ്പൊ സ്പെഷ്യൽ സ്കിൽസ് പറയുന്ന സമയത്ത് നമുക്ക് 4ാമത്തെ പോയിന്റ് 3 പ്രൊജക്റ്റ് കൊടുക്കാം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൊടുക്കാം. അപ്പോ 4ാമത്തെ പോയിന്റിൽ സ്കിൽസ് ആണ്. സ്കിൽസിന്റെ പ്രത്യേകത, സ്കിൽസ് എഴുതുന്ന സമയത്ത് ഒരു സിംഗിൾ വേർഡിൽ ഇപ്പോ ഓട്ടോകാഡ് അറിയാം, അല്ലെങ്കിൽ ബിം അറിയാം, ഇങ്ങനെയല്ല. പിന്നെ പലപ്പോഴും നമ്മൾ സ്കിൽസ് എഴുതാം. സ്കിൽസ് എഴുതുമ്പോൾ 6 സിഗ്മ നീ ഓൾറെഡി പഠിച്ചു എന്ന് പറഞ്ഞു.
സിക്സ് സിഗ്മ നീ പഠിച്ച സമയത്ത് ഒരു കേസ് സ്റ്റഡീസ് എടുക്കുക. ആ കേസ് സ്റ്റഡീസിൽ എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ആ ഇംപ്ലിമെന്റ് ചെയ്ത പാർട്ട് ഇംപ്ലിമെന്റേഷൻ ലെവല് എത്രമാത്രം ഡീപ്പ് ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മളെ പല സ്റ്റുഡൻസും ഷിപ്പ് യാർഡിലൊക്കെ പോയി ട്രെയിനിങ് ചെയ്യലുണ്ട്, ചില ഹോട്ടൽസിൽ പോയി ട്രെയിനിങ് ചെയ്യലുണ്ട്, അതുപോലെ ചില ഹോസ്പിറ്റൽസിൽ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല വർക്കുകൾ ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു കോഴ്സോ ട്രെയിനിങ്ങോ അറ്റൻഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ചാലഞ്ചസ് ചെയ്യാം. ഇപ്പൊ സേഫ്റ്റിയിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് അവർ ചെയ്യുന്നതാണ് അസസ്മെന്റ്. അസസ്മെന്റ് അവർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ വന്നപ്പോൾ അതിന്റെ ഒരു സൊല്യൂഷൻ, ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഹസാർഡ് സിറ്റുവേഷൻ വന്നു, അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ എന്താണ് പ്രൊവൈഡ് എന്നുള്ള ഒരു കേസ് സ്റ്റഡീസ് കണ്ടു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി എല്ലാ ട്രെയിനിങ്ങിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ നേരത്തെ അത് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ അതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിൽ വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇത് ഓൾറെഡി പല കോഴ്സുകൾ, ഇപ്പോൾ ഓൺലൈൻ റെക്കോർഡഡ് കോഴ്സ് ആണെങ്കിൽ പോലും അതിൽ ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ടാവും. ഇത് നമ്മൾ സ്ഥിരമായി കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. അപ്പൊ അതാണ് സ്കിൽസ് വരുന്നത്. സ്കിൽസ് നിങ്ങൾക്ക് സിവിന്റെ താഴെ എഴുതുന്നതിന് പകരം ഇവിടെ സ്കിൽസ് എഴുതാം. ഇവിടെ നമ്മളെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, അഡ്രസ്സ്, കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടർ നോളജ് അങ്ങനെ തിരിച്ച് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമുക്ക് പേഴ്സണൽ ഡാറ്റ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോളജ്, എന്തെങ്കിലും കമ്പ്യൂട്ടർ നോളജ് അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് കൊടുക്കാം, സോഫ്റ്റ് സ്കിൽസ് കൊടുക്കാം. അതിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കരിയർ ഒബ്ജക്റ്റീവ്, മൈസെൽഫ്, എക്സ്പീരിയൻസ് പ്രൊജക്ട് കഴിഞ്ഞിട്ട് സ്കിൽസ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സെന്റൻസിൽ മാത്രം ഒതുക്കുക. കാര്യം സ്കിൽസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ അടുത്ത അഞ്ചാമത്തത് അച്ചീവ്മെന്റ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ് ആണ്. ഈ അച്ചീവ്മെന്റ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഈ അച്ചീവ്മെന്റ്സും അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നോൺ ടെക്നിക്കൽ പാർട്ടുകൾ ഏതെങ്കിലും നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ ലീഡറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. കാര്യം എന്താ പറയുക, പല സ്റ്റുഡൻസും ഫുട്ബോളും ക്രിക്കറ്റിലും ഒക്കെ ഭയങ്കര ടാലന്റഡ് ആയിരിക്കും. അപ്പൊ ക്രിക്കറ്റിലോ അല്ലെങ്കിൽ ഫുട്ബോളോ ഇപ്പൊ മിഡിൽ ബാറ്റ്സ്മാൻ ആയിട്ട് ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുട്ബോളിൽ നിങ്ങൾ സെന്റർ ബാക്ക് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ടീം ബിൽഡിങ്ങിന്റെ ഒരു പാർട്ടാണ്. ആ ടീം ബിൽഡിംഗ് പാർട്ടുകൾ നിങ്ങൾ ഈ അക്കംപ്ലിഷ്മെന്റിൽ കൊടുക്കാം, അച്ചീവ്മെന്റ്സിൽ കൊടുക്കാം. കൂടാതെ നിങ്ങൾക്ക് ഓൾറെഡി കരിയർ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ മന്ത് ഓഫ് സ്റ്റാഫ് ഓഫ് ദ മന്ത് ആയി, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചപ്പോൾ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റ്, ബെസ്റ്റ് കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ട് വന്നു. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഒരു അച്ചീവ്മെന്റ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇതില് നമ്മൾ ചിലപ്പം തീരെ പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ പോയിന്റ്സ് ആയിരിക്കും. നമ്മൾ കോളേജിൽ പഠിച്ച സമയത്ത് ജസ്റ്റ് നിങ്ങൾ മൊബൈൽ ബാക്കോട്ട് നോക്കിയാൽ തന്നെ കുറെ ഇങ്ങനത്തെ ഇവന്റ് നടന്നിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് സെന്റൻസ് കിട്ടും. അപ്പൊ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതില് ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കമ്പനി ചിലപ്പോൾ ഡയറക്റ്റ് നോക്കുന്ന അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെന്റ്. ഇനി ഓൾറെഡി നിങ്ങളൊരു കമ്പനിക്ക് നല്ലൊരു ഗ്രോത്ത് കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് ടൈം നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ ഒരു 10 lakhs ബിസിനസ് ആയിരുന്നു പെർ മന്ത് നിങ്ങൾ കൊടുത്തിരുന്നത്. അത് ഓരോ 3 months കഴിയുമ്പോൾ 15 ആയി, 20 ആയി. അപ്പൊ ഇത് ഗ്രാജുവലി ഒരു 50%, 100% ഗ്രോത്ത് ഇൻ 1 year എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ചില വോളിയം ബിസിനസ് ചെയ്തിട്ടുള്ള ആ വോളിയത്തിന്റെ എമൗണ്ട്, ചില പ്രൊജക്ടിന്റെ വാല്യൂ പറഞ്ഞിട്ടുള്ള എമൗണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ സ്പെസിഫൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ഒരു അച്ചീവ്മെന്റ്സ് ആൻഡ് അക്കോമഡേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് ഏതൊക്കെ സെഗ്മെന്റ് കൊടുക്കാൻ പറ്റും? ഒന്ന്, ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും അച്ചീവ്മെന്റ്സിൽ. രണ്ടാമത് നമ്മൾ പെർഫോമൻസ് റിലേറ്റഡ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആക്ടിവിറ്റീസ്, നമ്മളെ മറ്റുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനത്തെ ടീം ബിൽഡിംഗ് സാധനങ്ങൾ. നാലാമത്തെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എത്രമാത്രം സോഷ്യലി കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം. അപ്പൊ ഓൾറെഡി അവർക്ക് കോൺടാക്ട്സ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അച്ചീവ്മെന്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ ചില വർക്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ കേസിൽ ഉണ്ടാവില്ല, ചില വർക്കിൽ പ്രൊജക്ടിന്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാറുണ്ട്.
ഞാൻ ചെയ്ത പ്രൊജക്ട് എത്ര വാല്യൂ ഉണ്ടായിരുന്നു, എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ ഡ്യൂറേഷനിൽ ഞാൻ അവിടെ പഠിച്ച സിസ്റ്റംസ് എന്തൊക്കെയാണ്, അത് പ്രൊജക്ടിന്റെ എക്സ്പീരിയൻസിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ജസ്റ്റ് മൈൻഡിൽ വെക്കുക, അത് പിന്നീട് ചെയ്യാം. ഈ പ്രൊജക്ട് എക്സ്പീരിയൻസ് നമുക്ക് ലിങ്ക്ഡിനിൽ പലപ്പോഴും നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് കാണിച്ച് പോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ചെയ്ത വർക്കിന്റെ, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കാണിക്കുക, ക്യാൻവയിൽ ജസ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക, സിമ്പിൾ ആയിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ആ ക്യാൻവയുടെ പോസ്റ്റർ ലിങ്കിൽ പബ്ലിഷ് ചെയ്യാം. ഈ സെയിം സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനെ വിളിക്കുന്ന സമയത്ത് ഈ സെയിം സാധനം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി ഇത് കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഈ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒരു വെബ്സൈറ്റിൽ നമ്മളെ ഓൺ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾ wix.com. അപ്പൊ ഇതുപോലത്തെ കുറെ ഇതുണ്ട് കേട്ടോ. പിന്നെ പേഴ്സണൽ, ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ ChatGPT കാണിക്കാം, പേഴ്സണൽ വെബ്സൈറ്റ് ഫോർ കരിയർ എക്സ്പോഷർ. അപ്പൊ ഇതില് ഓൾറെഡി നിങ്ങൾക്ക് ഇത്രയും കണ്ടന്റുകൾ പല രീതിയിലും ഷെയർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ 8 പോയിന്റ്സ് ആയി ഓൾറെഡി. ഇതുപോലെ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതില് ജസ്റ്റ് ഞാൻ പറയാം, ഹോം പേജ്, അബൌട്ട് മീ, റെസ്യൂം, പോർട്ട്ഫോളിയോ, ബ്ലോഗ് സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ അതൊക്കെ ചിലപ്പോൾ അഡീഷണൽ പേജസ് കൊടുക്കേണ്ടി വരും. ടെസ്റ്റിമോണിയൽസ് കൊടുക്കാം, അതുപോലെ തന്നെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. അപ്പൊ അതില് ഗോഡാഡിയിൽ പോയിട്ട് ഡയറക്റ്റ് ചെയ്യാം, നെയിം ചീപ്പിൽ ചെയ്യാം, ഗൂഗിൾ ഡൊമൈൻസിൽ ചെയ്യാം, ചെറിയ പൈസക്ക് ചെയ്യാം, ബ്ലൂ ഹോസ്റ്റ് ചെയ്യാം, ഹോസ്റ്റ് ഗേറ്റർ ചെയ്യാം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ wix.com എന്ന് പറഞ്ഞ വെബ്സൈറ്റുകളിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ചിലത് ഫ്രീ ആണ്, ചിലത് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇതിപ്പോ ഡൊമൈൻ മാത്രം തരുന്നതാണ്. സ്ക്വയർ സ്പേസ്, ബിബ്ലി, വേർഡ് പ്രസ്സിൽ കുറച്ച് പിന്നെ ചെക്ക് ചെയ്തിട്ട് പറയണം. ഷോപ്പിഫൈ, വെബ് ഫ്ലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ വെബ്സൈറ്റുകൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സിവിന്റെ കണ്ടന്റിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ, ഞാനിപ്പോ പറഞ്ഞ 3 ടോപ്പിക്സ് ഓൾറെഡി ഇതിൽ ഓട്ടോമാറ്റിക് ആയി വരുന്നുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവ്, അബൌട്ട് മൈ സെൽഫ്, എക്സ്പീരിയൻസ്, സ്കില്ല്, ഇതൊക്കെ നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 9 പിന്നെ വെബ്സൈറ്റ് ബിൽഡറിന്റെ ടീമിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ആ 5 സ്കിൽസിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്ന് തിരൂർ ഒന്ന് നീ പോയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, സോഫ്റ്റ്വെയറിന്റെ കേസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഈ ഒരു CV സെറ്റ് ചെയ്യുന്ന രൂപത്തിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മളെ സ്റ്റുഡൻസിനൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ, വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് സൗദിയിൽ നിന്ന് ഒരു കോള് വരികയാണ്. സൗദിയിൽ നിന്ന് കോള് വന്നു,
ആ സൗദി കോളിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു URL ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് ജസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ അവര് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കംപ്ലീറ്റ് പ്രൊഫൈൽ അവരുടെ കയ്യിൽ കിട്ടും. വേറൊരു സംഭവം കൂടി ഉണ്ട്, സെൽഫ് ഇൻട്രഡക്ഷൻ കൂടി ഇതിൽ സെറ്റ് ചെയ്യാം. സെൽഫ് ഇൻട്രഡക്ഷൻ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു 12 സെന്റൻസിന്റെ സെൽഫ് ഇൻട്രഡക്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ലിങ്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാൻ പറ്റും. ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം. അവരെ ഏതെല്ലാം രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു കുറഞ്ഞ ടൈമില് ഒരു അവര് വിളിച്ച അതേ സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളെ കംപ്ലീറ്റ് ബ്രീഫിങ്, നമ്മളെ കംപ്ലീറ്റ് പ്രൊഫൈൽ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതില് വീഡിയോ ഫ്രണ്ട് പേജിൽ നിർബന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ 12 സെന്റൻസിൽ ബേസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കണം. അല്ല ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് മസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ സോഫ്റ്റ്വെയർസ് വേറെ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ്